അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്, കുറേ നാൾക്ക് ശേഷം വീട്ടിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അടീനിയം ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കി വയ്ക്കാൻ, എല്ലാം വൃത്തിയായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ സെറ്റാക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. എൻ്റെ പല സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സിനോട് ചോദിക്കാറുള്ള ചോദ്യമാണ്, ഇതിൻ്റെ ഇലകൾ മഞ്ഞാകുമ്പോൾ എന്താ ചെയ്യണം, അല്ലെങ്കിൽ മുട്ടുകൾ വരുന്ന സമയത്ത് മുട്ടുകളെല്ലാം കൊഴിഞ്ഞു പോകുമ്പോൾ ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടത്. ഇതൊക്കെ എൻ്റെ അടീനത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് കേട്ടോ. കണ്ടല്ലോ, ഇപ്പോൾ മെയ് പകുതിയായി, ഇതേ പൂക്കളൊക്കെ കഴിഞ്ഞ് ഈ ഒരു അവസ്ഥയിലുള്ളത്. അപ്പോൾ ഈ പൂക്കൾ കഴിയുന്ന സമയത്ത് കണ്ടോ എല്ലാത്തിൻ്റെ ഇലകൾ മഞ്ഞാവുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല മഴയുള്ള സമയമാണ് കേട്ടോ, ശരിക്കും നനഞ്ഞിരിക്കുന്നുണ്ട്. വെള്ളം കൂടിയാൽ ഇലകൾ മഞ്ഞാവും. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, വെള്ളം കുറഞ്ഞാലും സംഭവിക്കാറുണ്ട് കേട്ടോ. ഞാൻ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, ഈ ഇലകൾ മൊത്തം അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഈ പൂക്കളുണ്ടല്ലോ, ഈ അഴുകിയ പൂക്കൾ, ഇതൊക്കെ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ഫംഗൽ ഇൻഫെക്ഷൻ വരേണ്ട ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. അപ്പോൾ എല്ലാ ചെടികളിൽ നിന്നും ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതിൻ്റെ ചുവട്ടിൽ കിടക്കുന്ന ഈ ഇലകളുണ്ടല്ലോ, ഇതൊക്കെ ഇങ്ങനെ മാറ്റി കൊടുക്കാറുണ്ട്, എല്ലാം വൃത്തിയാക്കാറുണ്ട് ഇതുപോലെ. അവിടെ തന്നെ ഇവിടെയൊക്കെ ഉണ്ടോ, ഇതിലൊക്കെ കുറേ മഞ്ഞ ഇലകളുണ്ട്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി സ്പീഡിൽ ചെയ്യുന്നതാണ്. ഇത് വളരെ കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ എല്ലാവരും. ഇതിപ്പോൾ ഞാൻ കുറേ ദിവസം ഇല്ലായിരുന്നതിൻ്റെ ഇത്ര അധികം കാണുന്നത്. അപ്പോൾ എൻ്റെ ചുവട്ടിലുള്ള പുല്ലുമൊക്കെ കുറച്ച് മാറ്റി കൊടുക്കാറുണ്ട് കേട്ടോ. ഇതുകൊണ്ട് ഇതിലൊക്കെ നല്ല പൂക്കൾ നിൽക്കുന്നുണ്ട് പറയാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിയുമ്പോൾ തന്നെ ചെടികളുടെ ഭംഗി ഇരട്ടിയാവും, നമുക്കൊരു സന്തോഷമൊക്കെ വരും കേട്ടോ. പിന്നെ ചെയ്യുന്ന ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ NPK DAP എന്നൊക്കെ കൊടുക്കാം. കുറേ അധികം നാളെ ഇതൊക്കെ വൃത്തിയാക്കി കൊടുത്തിട്ട് അതാ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന കേട്ടോ. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.